അർജുൻ ആയങ്കി ഉപയോഗിച്ച കാറ് ആരുടെ? അദ്ദേഹം ഉപയോഗിച്ചെന്ന് പറയുന്ന കാറ് KLZ BX 3007 ആ കാറാണ് ഉപയോഗിച്ചതായി കണ്ടെത്തിയത്. അത് പോലീസ് ഇപ്പം കണ്ടെടുത്തു. അത് കണ്ണൂർ പനങ്കാവിലെ ഒരു വീടിൻ്റെ കോമ്പൗണ്ടിൽ നിന്നാണ് കണ്ടെടുത്തത്. ആ വീടിൻ്റെ കോമ്പൗണ്ടിൽ ഒരു കാറ് കിടപ്പുണ്ട്. അത് ലോക്ക് ചെയ്തിരിക്കുകയാണ്. ആ കാർ ഷെഡിൻ്റെ അകത്ത് കിടക്കുന്ന കാറിൻ്റെ അകത്ത് ഈ അർജുൻ ആയങ്കിയുടെ കാറ് ഒതുക്കിയിട്ടിരുന്നു. പോലീസ് ആ കാറ് കണ്ടെത്തി. ഈ ലോക്ക് ചെയ്ത കാറ് ആ വീട്ടിലാരുമില്ല, ആരെ കാറെന്നറിയില്ല. അതൊരു ക്രെയിൻ കൊണ്ടുവന്നിട്ട് ആ കാറ് പുറത്തേക്ക് ഇട്ടിട്ട് ഇയാൾ ഉപയോഗിച്ച KL2 BX 3007 എന്ന ടാറ്റ നെക്സ കാറ് പോലീസ് കണ്ടെടുത്തു. വലിയക്കര ടോൾ പാസയുടെ അവിടെ ഈ കാറ് നമ്മൾ നേരത്തെ കണ്ടു. അതിനകത്ത് ഒരു സ്ത്രീ ഉണ്ടായിരുന്നു, ദീപ്തി. അതിനകത്ത് ഇയാളുടെ സഹോദരനുണ്ടായിരുന്നു. ആ കാറിൽ നിന്ന് ഇറങ്ങിപ്പോയതായിട്ടാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ആ കാറിനകത്ത് അർജുൻ ആയങ്കി ഉണ്ടായിരുന്നോ ഇല്ലയോ എന്ന് സംശയം. അല്ലെങ്കിൽ അതിനകത്ത് അയാളെപ്പോലെ ഒരാൾ, ഏകദേശം ഉള്ള ഒരാൾ ഇരുന്നു. അതൊക്കെ സംശയാസ്പദമാണ്. പക്ഷേ 5-ാം തീയതി കാർ അവിടെ എത്തിയിരിക്കുന്നു, കണ്ണൂർ പനങ്കാവിൽ. അപ്പോൾ കാറ് രണ്ടാമത് അവിടെ കൊണ്ടിട്ടതാകാം, അല്ലെങ്കിൽ ഇയാൾ വഴിക്ക് ഇറങ്ങിയതാകാം. അങ്ങനെ വളരെ സംശയങ്ങൾ ആ കാര്യത്തിലുണ്ട്. പോലീസ് അതിലേക്ക് അന്വേഷിച്ച് വരുന്നുണ്ട്. ഇപ്പോൾ ഈ കാറ് രജിസ്റ്റേർഡ് ഓണർ നോക്കിയപ്പം ആയങ്കിയുടെ ഭാര്യ കൊല്ലം സ്വദേശി GS രമ്യയുടെ ഉടമസ്ഥാവകാശത്തുള്ള കാറാണ്. ഭാര്യ കൊല്ലംകാരിയാണ്. അവളുടെ പേരിലാണ് ഈ കാറ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ടാറ്റ കാറ്. ആ കാറിന് 8 ലക്ഷം രൂപ എന്തായാലും വരും. 10 ലക്ഷത്തിൽ കൂടുതൽ വില വരാനാണ് സാധ്യത. ഏതായാലും ആ കാറ് കിടന്ന സ്ഥലം ദീപ്തി എന്ന ഒരു സ്ത്രീയുടെയാണ്. ദീപ്തിയായിരുന്നു വലിയക്കര ആ കാറിനകത്ത് സഞ്ചരിച്ച ഒരു ലേഡി. ദീപ്തിയാണ് നമുക്കറിയാം. ദീപ്തിയുടെ വീടാണ് ആ കാറ് കിടന്ന പനങ്കാവിലുള്ളത്. അത് ആ കാർ എങ്ങനെ അവിടെ വന്നു, ഇയാൾ അതിൽ സഞ്ചരിച്ചോ, അതോ കാറ് അഡ്വാൻസായിട്ട് അവിടെ കൊണ്ട് ഇട്ടോ എന്നുള്ള കാര്യത്തെപ്പറ്റിയൊക്കെ ഇനി കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. തൃശ്ശൂർ വടക്കനാഥ ക്ഷേത്ര പരിസരത്ത് ദീപ്തിയെ കസ്റ്റഡിയിലെടുത്തു. ബ്രദർ ജ്യേഷ്ഠനെ കസ്റ്റഡിയിലെടുത്തു. അവർ ജാമ്യത്തിൽ പോയതായിട്ടാണ് ഇപ്പം മനസ്സിലാകുന്നത്. എന്തായാലും ഈ കാറുകളുടെ നീക്കം ഒക്കെ നമുക്ക് സംശയങ്ങളാണ് ഉണ്ടാക്കുന്നത്. മുഖ്യമന്ത്രി VD സതീശനെ സാമൂഹ്യ മാധ്യമത്തിൽ അവമാനിച്ചിരുന്നു അർജുൻ ആയങ്കി. വളരെ മോശമായ കമൻ്റൊക്കെ ഇട്ടു. അതിനെ സംബന്ധിച്ച് ജോസ് അഴകത്ത് ജോസ് എന്നൊരാൾ ഒരു പരാതി ഇമെയിൽ വഴി ഗവൺമെൻറ്റിലേക്ക് പരാതി അയച്ചു, പോലീസിൽ പരാതി അയച്ചു. അതിൻ്റെ ബേസിൽ ഇപ്പോൾ ഒരു കേസ് തിരുവനന്തപുരത്ത് എടുത്തിട്ടുണ്ട്. അത് അർജുൻ ആയങ്കിക്കെതിരായിട്ട്. അത് മുഖ്യമന്ത്രിയെ അവമാനിച്ചു, കോമാളി എന്ന് വിളിച്ചു, നുണയനെന്ന് വിളിച്ചു, പറഞ്ഞ വാക്കിന് വിലയില്ലാത്തവനെന്നൊക്കെ അതിനകത്ത് ധാരാളം മോശമായ പദങ്ങൾ ഉപയോഗിച്ച് അദ്ദേഹത്തിനെ അവമാനിച്ചതിനാണ് ആ കേസെടുത്തിരിക്കുന്നത്. IT ആക്ടിൻ്റെ പരിധി വരുന്ന കേസായതുകൊണ്ട് IT ആക്ട് പ്രകാരം 67 പ്രകാരമാണ് ആ കേസെടുത്തതെന്ന് എനിക്ക് തോന്നുന്നു. ഗുണ്ടാ സംഘത്തിലെ 5 പേരെ തിരുവനന്തപുരത്ത് നിന്ന് അറസ്റ്റ് ചെയ്തത് നമുക്കറിയാം. അത് അർജുൻ ആയങ്കിയുടെ അടുപ്പക്കാരാണ് തിരുവനന്തപുരത്തുള്ള 5 പേര്. അതിൽ 2 പേര് തുമ്പ സ്വദേശികളാണ്. ഷൈജുവും ഷായും 2 പേര് അവിടുത്തുകാരാണ്. തമ്പാനൂർ സ്വദേശികളായ വെങ്കടേഷ്, പിന്നെ സംഗീത് സുരേഷ്, ആദിത്യൻ എന്നിവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഈ സംസ്ഥാനത്തെ ഓരോ ജില്ലകളിലും ഗുണ്ടകളും ബാഡ് എലിമെൻസിൻ്റെ ഒരു സംഘടന ഇപ്പോൾ വന്നിട്ടുണ്ട്.
എല്ലാ ജില്ലകളിലുമുണ്ട്. അത് അർജുൻ ആയങ്കിയുടെ അയാളുടെ പ്രേരണ കൊണ്ട് അയാളുടെ ചുമതലയിൽ ആണ് ഈ സംഘങ്ങൾ ജില്ലകൾ തോറും അത് ഒരു ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്യാനും അങ്ങനെ ചെയ്തു വരുന്നവരെ സഹായിക്കാനും അങ്ങനെ അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാനും അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ കാറ് കൊടുക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് സംസ്ഥാനത്തെ ക്രിമിനൽ സംഘത്തിൻ്റെ ഒരു പാരല സംഘം ഓരോ ജില്ലകളിലും ഇതുപോലെ സംഘങ്ങളുണ്ടാക്കിയിരിക്കുന്നത്. അതിന് നേതൃത്വം കൊടുക്കുന്നത് അർജുൻ ആയങ്കി തന്നെയാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് പല കേസിൽ നിന്നും ആൾക്കാരെ സാക്ഷി പറയാൻ വരുന്നവരെ ഭീഷണിപ്പെടുത്താനും അതുപോലെ തന്നെ സ്വർണം പൊട്ടിച്ചു കഴിഞ്ഞാൽ ആ പൊട്ടിച്ച സ്വർണ്ണമായിട്ട് എങ്ങോട്ടാണോ പോകുന്നതെന്ന് പോലീസിന് അറിയില്ല, പല സ്ഥലത്തേറ്റും പായും. അപ്പോൾ ഓരോ ജില്ലയിലുള്ള ഈ ക്രിമിനൽ സംഘങ്ങളാണ് ആവശ്യത്തിന് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത്, അവർക്ക് പൈസയും കൊടുക്കും. അങ്ങനെ പോലീസിന് പാരലായിട്ട് ഒരു ക്രിമിനൽ സംഘം സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും ഉണ്ടാക്കിയിരിക്കുന്നു എന്നാണ് ഈ തിരുവനന്തപുരത്തെ 5 പേരെ അറസ്റ്റ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതായാലും GS രമ്യ എന്ന് പറയുന്ന ആയങ്കിയുടെ ഭാര്യയുടെ ഇതിൻ്റെ റോൾ എന്താണെന്നും ഈ തട്ടിച്ചുകൊണ്ടിരുന്ന സ്വർണ്ണങ്ങളൊക്കെ കൈവശം വയ്ക്കും, അതുകൊണ്ട് ഉപജീവനം നടത്തുന്ന സ്ത്രീയാണെങ്കിൽ അവരെയും ഈ കേസിലേക്ക് അറസ്റ്റ് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ അവരുടെ സന്തത സഹചാരിയായ ദീപ്തി എന്ന സ്ത്രീയെ ശ്രീകണ്ഠാപുരം നഗരസഭ അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിയുടെ ചുമതലക്കാരിയായിട്ട് ടെമ്പററി ആയിട്ട് അവിടെ വർക്ക് ചെയ്യുന്നൊരു സ്ത്രീയാണ്. അവരുടെ വീടിൻ്റെ അകത്തെ കോമ്പൗണ്ടിൽ നിന്നാണ് ആ കാർ ഇപ്പം കണ്ടെടുത്തത്. ദീപ്തി വാടകയ്ക്ക് താമസിക്കുന്ന വീടാണ് ആ പനങ്കാവിലുള്ളത്. അവിടെ നിന്നാണ് ഈ കാറ് കണ്ടെത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം 20-21ഓളം കേസുകളിൽ പ്രതിയായിട്ടുണ്ട്. ഗവൺമെൻറ് എന്തായാലും കാപ്പ കേസ് ചുമത്താനുള്ള നടപടിയിലേക്ക് നീങ്ങിക്കഴിഞ്ഞു. അതുകൊണ്ട് 6 മാസത്തെ കാപ്പ കേസിൽ കിടന്നുകൊള്ളും. അതോടൊപ്പം ആ സമയത്ത് ഇയാൾക്കെതിരായി കേരളത്തിലുള്ള 21 കേസും ഇപ്പോൾ എടുത്തിരിക്കുന്ന കേസുകളെല്ലാം കുറ്റചാർജ് തയ്യാറാക്കി കൊടുക്കാനും കഴിയും. അങ്ങനെ കൊടുത്ത ഒരു ഗുണം ഓരോ കേസിൻ്റെയും ട്രയലിൽ അയാൾ പല സ്ഥലങ്ങളിൽ ഹാജരാകേണ്ടി വരും. തുടർച്ചയായിട്ട് എല്ലാ കേസിൻ്റെയും ട്രയൽ നടക്കുന്നത് കൊണ്ട് ജാമ്യം കിട്ടാനും വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് സർക്കാർ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ആ ഉത്തരവാദിത്തമുള്ള ഓരോ DIGമാരും ADGPമാരും അവരവരുടെ ജില്ലകളിലുള്ള കേസുകൾ കൃത്യമായിട്ട് ചാർജ് ഷീറ്റ് കൊടുക്കുകയും ഡിഫക്റ്റ് ഇല്ലാതെ കൊടുക്കുകയും ആ കേസിൻ്റെ ട്രയൽ എത്രയും പെട്ടെന്ന് നടത്തി അതിൻ്റെ സാക്ഷികൾക്ക് ആവശ്യമുള്ള പ്രൊട്ടക്ഷൻ കൊടുത്ത് അവരെ കൊണ്ട് കൃത്യമായിട്ട് കോടതിയിൽ മൊഴി കൊടുപ്പിച്ച് ഇയാളെ ശിക്ഷിപ്പിച്ചു. കാരണം 10-40 വർഷം 50 വർഷത്തോളം ശിക്ഷ കിട്ടാനുള്ള യോഗ്യത എല്ലാ കേസിലും കൂടെ ഉണ്ട്. അതുകൊണ്ട് ഈ സാമൂഹ്യ ദ്രോഹിയെ ഇതുപോലുള്ള ഗുണ്ടകളെ ഭരണഘടനയെ വെല്ലുവിളിക്കുന്ന ഗവൺമെൻറ്റിനെ വെല്ലുവിളിക്കുന്ന ഇയാൾക്ക് എതിരായിട്ട് പറയുന്നവരെ എല്ലാവരും ഭീഷണിപ്പെടുത്തുന്ന ഇയാളുടെ ഒപ്പമുള്ള സംഘത്തെ ഓരോ സ്ഥലത്തിലും കേസുകളിലൊക്കെ അവിടുത്തെ ലോക്കൽ ഗുണ്ടകൾ ഉൾപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് പോലീസ് കൃത്യമായി എല്ലാ ജില്ലാ SP-മാരും അവരവരുടെ ജില്ലകളിലുള്ള ഈ കേസുകളുടെ അതിൻ്റെ പ്രോസിക്യൂഷൻ മോണിറ്റർ ചെയ്യണം. കാരണം എങ്കിൽ മാത്രമേ ഇതുപോലുള്ള സാമൂഹ്യ വിരുദ്ധരെ ഗുണ്ടകളെ നമുക്ക് കേരളത്തിൽ ഒതുക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ഒരു സസ്റ്റെയിൻഡ് എഫർട്ട് ഈ കാര്യത്തിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ഉണ്ടാകണം. കാരണം അതിനുള്ള പിന്തുണ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പം നന്നായിട്ട് ലഭിക്കുന്നുണ്ട്. അത് തന്നെയല്ല, പോലീസിൻ്റെ ഇയാളെ പിടിക്കാനുള്ള 3-4 ദിവസത്തെ എഫർട്ട് കേരളത്തിൽ എവിടെയുണ്ടെന്ന് പോലീസിന് അറിയില്ല. എങ്കിലും പല പോലീസ് ഉദ്യോഗസ്ഥന്മാരും അത് കൃത്യമായി അവരുടെ ജോലി ചെയ്തു എന്നുള്ളതാണ്. ഇതുപോലുള്ള ക്രിമിനലിനെ ജോയിൻ്റ് എഫർട്ടിലൂടെ പിടിച്ച് ഒതുക്കണം. അതിന് വേണ്ട ഹെൽപ്പുകൾ മേലധികാരികൾ കൊടുക്കണം. പോലീസുകാരും എല്ലാവരും ഒത്തൊരുമിച്ച് ഇതുപോലെയുള്ള ഗുണ്ടകൾക്കെതിരായിട്ടുള്ള നിയമ നടപടികളും പ്രോസിക്യൂഷനും ഒക്കെ നടത്തി അവരെ ശിക്ഷിപ്പിച്ച് അകത്തിട്ടെങ്കിൽ മാതൃപരമായിട്ട് ഇങ്ങനെയുള്ളവന്മാരെ ശിക്ഷിച്ചിട്ടെങ്കിൽ മാത്രമേ ഇയാൾ എന്തുകൊണ്ടാണ് ഇത്രയും കേസുള്ള ഒരാൾ യഥേഷ്ടം കേരളം മുഴുവൻ എല്ലാ സ്ഥലങ്ങളിലോട്ടും സഞ്ചരിക്കുന്നതും അവിടെ ഓരോ സ്ഥലത്ത് ക്യാമ്പ് ചെയ്തിട്ട് അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ വിരട്ടുന്നതും നമ്മൾ കണ്ടല്ലോ. അത് ഊന്നുകൽ പോലീസ് സ്റ്റേഷനിലെ ആ സർക്കിളിനെ വിരട്ടി ഭീഷണിപ്പെടുത്തി കൊല്ലുമെന്ന് പറഞ്ഞു. അതുപോലെ കോതമംഗലത്തെ ആ SHOയെ ഭീഷണിയും കൊല്ലുമെന്നുമൊക്കെ പറഞ്ഞ് ഇങ്ങനെയൊരു ക്രിമിനലിനെ
ഇന്ത്യയിൽ ജീവിക്കാൻ കഴിയില്ല. അത് മാതൃകാപരമായി ശിക്ഷിപ്പിച്ച് നമുക്ക് കാണിച്ചു കൊടുക്കണം പോലീസ്, നാട്ടുകാരും കൂടെ ചേർന്ന്. ഇപ്പം ഇയാളെ കണ്ടെത്താനായിട്ട് സഹായിച്ച ആ ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് 1,00,000 രൂപ റിവാർഡ് കൊടുക്കുന്നതെന്നും കണ്ടു. നല്ല കാര്യം തന്നെയാണ് അത്. കാരണം പൊതുജനങ്ങൾ സഹകരിക്കണം. അയാൾക്ക് ഒരു ത്രെട്ടൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട്. ഇനിയുള്ള കാലഘട്ടത്തിൽ അങ്ങനത്തെ ത്രെട്ടൊന്നും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നു. ഉണ്ടാകാമായിരിക്കാം, പക്ഷേ അത് പോലീസിനെ അറിയിച്ചാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നടപടി ഉണ്ടാവും. അങ്ങനെയുള്ളവന്മാരെ ആ ത്രെട്ടിന് കൂട്ടു നിൽക്കുന്ന ഇയാളെയും ആ തെറ്റ് ചെയ്യുന്നയാളെയും അതിന് കൂട്ടു നിൽക്കുന്ന ആൾക്കാരെയും അടിയന്തരമായിട്ട് നടപടിയെടുത്ത് റിമൈൻഡ് ചെയ്ത് അവരെ ശിക്ഷിപ്പിക്കുക എന്നുള്ളതാണ്. അവരെ ജാമ്യത്തിൽ വിടാൻ പാടില്ല. ഇതിനകത്ത് ഇപ്പോൾ തന്നെ പോലീസിൻ്റെ ഒരു തീരുമാനം, വളരെ സാധാരണമായ ഒരു തീരുമാനം വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഈ ഗുണ്ടയ്ക്ക് ലൈക്കടിച്ചവരും ഈ ഗുണ്ടയെ പിന്തുണച്ചവരും, അത് ഗുണ്ടകളായിക്കോട്ടെ പബ്ലിക്കായിക്കോട്ടെ അത് രാഷ്ട്രീയക്കാരായിക്കോട്ടെ, അവർക്കെതിരായിട്ട് നടപടി വരുന്നുണ്ട്. അത് 16,000 രൂപയോളം ക്രൗഡ് ഫണ്ടിങ്ങിലോട്ട് ലഭിച്ചിരിക്കുന്നു. അപ്പം അവർക്ക് പണം വന്നു ചേരുന്ന മാർഗ്ഗങ്ങൾ സോഷ്യൽ മീഡിയയിൽ കൂടെ അവർക്കറിയാം. അത് കൃത്യമായിട്ട് അവർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. അപ്പം ഇവരെ പ്രൊമോട്ട് ചെയ്യുന്ന ഏത് രാഷ്ട്രീയക്കാരനായാലും ശരി, പ്രൊമോട്ട് ചെയ്യുന്ന ഏത് സംഘടനക്കാരായാലും ശരി, ഏത് വ്യക്തികളായാലും ശരി, ആൻറ്റി സോഷ്യൽ എലിമെൻസാണ് അവരൊക്കെ. അവർക്കെതിരായിട്ട് അടിയന്തരമായിട്ട് നടപടി ഉണ്ടാകണം. എങ്കിൽ മാത്രമേ ഇതിനൊരു പരിഹാരം ഉണ്ടാവുകയുള്ളൂ. ആരെ വേണമെങ്കിലും അവഹേളിക്കുകയും ചീത്ത വിളിക്കാനും സോഷ്യൽ മീഡിയയിൽ കൂടെ സാധിക്കുമെന്നാണ് ഇപ്പോഴത്തെ കുറേ ആൾക്കാരുടെ ചിന്ത. അത് മാറ്റിയെടുക്കാനായിട്ട് അതിശക്തമായ നടപടി ഇതുപോലെയൊക്കെ എടുത്താൽ തീർച്ചയായിട്ടും നമുക്ക് ഇതിനൊരു പോംവഴിയാവുകയും ചെയ്യും. അതുതന്നെയല്ല, ഇപ്പം തിരുവനന്തപുരം ജില്ലയിലെ ഇയാളെ ആയിട്ട് ബന്ധമുള്ള 5 ഗുണ്ടകളുടെ ഡീറ്റെയിൽസ് എല്ലാം പുറത്തേക്ക് വന്നു. അടുത്ത ജില്ലകൾ ട്രിവാൻഡ്രം ജില്ലയിലെ ട്രിവാൻഡ്രം റൂറലോ അല്ലെങ്കിൽ കൊല്ലം, അങ്ങനെ 14 ജില്ലകളിലും അവിടെയുള്ള ഇവൻ്റെ കോണ്ടാക്റ്റുകൾ അവരെ മുഴുവൻ എക്സ്പോസ് ചെയ്യണം. കാരണം സ്വർണം പൊട്ടിക്കലിന് അന്ന് ചേർന്ന ആ സംഘത്തെ അത് പൂർവാധികം ശക്തിയോടെ പോലീസ് പ്രോസിക്യൂഷൻ നടത്തണം. അതൊക്കെ നമുക്ക് പരിച്ഛേദം നിർത്തണം. കാരണം അത് ഒരു രാഷ്ട്രീയ പാർട്ടികളുടെ എല്ലാം അഭയം തേടി അവരെ സംരക്ഷിക്കുന്ന ചില രാഷ്ട്രീയ പാർട്ടികളുണ്ടാകാം, ചില്ലെങ്കിൽ ആ രാഷ്ട്രീയ പാർട്ടിയിലെ ചില നേതാക്കന്മാരുണ്ടാവും. അപ്പോൾ അങ്ങനെ ആരെങ്കിലും സംരക്ഷിക്കുന്നുണ്ട് അവർക്കെതിരായിട്ട് ശക്തമായ നടപടി എടുക്കുന്നതിന് ഗവൺമെൻറ് മടിക്കരുത്. ഏത് രാഷ്ട്രീയ പാർട്ടി ആയിക്കോട്ടെ, ഇയാളെ സപ്പോർട്ട് ചെയ്യുന്നതും ഇയാൾക്ക് വേണ്ടി ലൈക്ക് അടിക്കുന്നവരും ഇയാളെ പിന്തുണയ്ക്കുന്നവരും അയാൾക്ക് സാമ്പത്തിക സഹായം ചെയ്യുന്നവരും ഇയാൾക്ക് വാഹനം കൊടുക്കുന്നവരും. കാരണം എല്ലാവരും നമുക്കറിയാം, മിക്ക ഗുണ്ടകൾക്കും എല്ലാ ജില്ലകളിലും ഇപ്പോൾ അവർക്കൊക്കെ വാഹനങ്ങൾ ഇഷ്ടം പോലെയുണ്ട്. അപ്പോൾ ഒരു ക്രിമിനലിന് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തോട്ട് പോകണമെങ്കിൽ അയാളുടെ വാഹനം വേണമെന്നില്ല, ഇവർ സംരക്ഷിക്കും. അത് തന്നെയല്ല, പെട്ടെന്ന് കാരണം ഇപ്പോഴത്തെ ശ്രീകണ്ഠാപുരത്തെ ഇയാൾ എത്തിയത് കൊച്ചിയിൽ ആയിരുന്ന ഇയാൾ എങ്ങനെ അവിടെ എത്തി, ഇത്രയും കടമ്പ കടന്ന് എങ്ങനെ പോയി, എത്ര വാഹനം, എത്ര വണ്ടി മാറിക്കേറി, ആരൊക്കെ വാഹനമാണ് ഉപയോഗിച്ചത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അവരെയും കൂടെ കേസിലേറ്റ് പ്രതിയാകണം. അവരൊക്കെ പ്രതിയായി ശിക്ഷിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അവർ കോടതി കയറി ഇറങ്ങി നടക്കട്ടെ, ജാമ്യം എടുക്കട്ടെ. കാരണം ഇതിനൊക്കെ അങ്ങനെയൊക്കെ ചില നടപടികളുണ്ടെന്ന് മനസ്സിലാക്കട്ടെ പൊതുജനങ്ങൾ. അതുകൊണ്ട് മാതൃകാപരമായ ഒരു ശിക്ഷയാണ് ഈ കേസിലേക്ക് ആവശ്യം. ഇയാൾ ഇനി ജാമ്യത്തിൽ ഇറങ്ങാൻ പാടില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം.